ഹായ് കൂട്ടുകാരെ, നമസ്കാരം. അജീഷാണ് ഇടുക്കി ചില്ലിസ് കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോ ഇട്ട് കേട്ടോ. കുഴപ്പമൊന്നും അല്ലായിരുന്നു. നമ്മൾ കുറച്ച് തിരക്കായി പോയി കേട്ടോ. തിരക്കായി പോയതിൻ്റെ കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ ഡ്രോണൊക്കെ എടുത്തായിരുന്നു. അപ്പോൾ അതിൻ്റെ രജിസ്ട്രേഷനോ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അതിൻ്റെ ഒരു പണിപ്പുരയിലായിരുന്നു. പിന്നെ നമ്മുടെ ഡ്രോണിൻ്റെ മെമ്മറി കാർഡൊന്നും എത്തിയിട്ടില്ലായിരുന്നു കേട്ടോ. എക്സ്ട്രീം പ്രോ എന്ന് പറയുന്ന സാൻഡിസ്കിൻ്റെ മെമ്മറി കാർഡാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. സാൻഡിസ്കോ മറ്റ് കമ്പനിയോ നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ അത് നമ്മുടെ ഇവിടെ ഷോപ്പുകളിലൊന്നും തപ്പിയിട്ട് കിട്ടിയില്ല. അപ്പം അത് നിലവിൽ ഓൺലൈനിൽ നിന്നാണ് നമ്മൾ വാങ്ങിയത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഡ്രോണൊക്കെ കുറച്ച് ദിവസം അങ്ങനെ ഓടിക്കാനൊക്കെ പഠിപ്പിച്ചു. ഞാനിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്ന സ്ഥലം കണ്ടോ, നമ്മുടെ ഇടുക്കി ചേരച്ചോട് തൊടുപുഴ റൂട്ടിൽ വെൺമണിക്ക് സമീപമുള്ള വരിക്കമൊത്ത ഹിൽ ടോപ്പിലാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പോൾ രാവിലെ ഡ്രോണൊക്കെ എടുത്ത് ഇവിടുത്തെ ഒരു കാഴ്ചകളൊക്കെ ഡ്രോണൊക്കെ പറപ്പിച്ച് നിങ്ങളെ കാണിക്കാമെന്ന് ഓർത്തുകൊണ്ടാണ് വന്നത് കേട്ടോ. പക്ഷേ ഇപ്പോഴും മഴ ഇങ്ങനെ ചാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ നല്ല കാലാവസ്ഥയായിരുന്നു. പക്ഷേ ഇന്നലെ നമ്മുടെ മോളുടെ അഡ്മിഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് മതിയൊക്കെയായിരുന്നു. അവിടെ ആഗ്രഹിച്ച വിഷയമൊന്നും കിട്ടിയില്ല, ടെമ്പററി എടുത്തിട്ടേക്കുവാണ്. അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ നമുക്ക് നമ്മുടെ ചാനലിലേക്ക് നമുക്ക് നോക്കിയാലോ. നമുക്ക് ഈ വരിക്കുമൊത്ത ഹിൽ ടോപ്പും ഈ പരിസരമൊക്കെ ഒന്ന് കണ്ടുപോയാലോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനോ, അതുപോലെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഇടുക്കി ചില്ലിസ് മീഡിയ എന്നാണ്, അത് കയറി ഫോളോ ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ പുതിയ കാഴ്ചകളിലേക്ക് സ്വാഗതം. ഞാൻ അജീഷ്, ഇടുക്കി ചില്ലിസ്. അപ്പോൾ ഈ വരിക്കുമത്തൻ ഹിൽ ടോപ്പിൻ്റെ അടുത്തുള്ളൊരു ഷോപ്പാണ്. പക്ഷേ ഇന്ന് ഇത് ക്ലോസ്ഡ് ആണ് കേട്ടോ. സാധാരണ എല്ലാ ദിവസവും തുറക്കണയാണ്. ഇതിലൂടെ പോകുമ്പോൾ ഒരു കട്ടൻ ചായയും അതുപോലെ നല്ല പായസമൊക്കെ കിട്ടുന്ന ഒരു ഷോപ്പാണ്. അപ്പോൾ ഇതിന് ചേർന്ന് തന്നെ വാഹനങ്ങളൊക്കെ പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും. നിങ്ങളുടെ നാട്ടിലൊക്കെ മഴ എങ്ങനെയുണ്ടെന്നൊന്ന് പറയാമോ? ഇപ്പോൾ നിലവിൽ ഇന്നു മുതൽ വീണ്ടും ഒരു മഴയുടെ ചെറുതായിട്ടുള്ള ശല്യങ്ങൾ നമുക്ക് തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ചേരച്ചോട്ടിൽ നിന്ന് വന്ന വഴിയാണ് കേട്ടോ. അപ്പം അവിടെ നിന്ന് നമുക്ക് സ്ട്രെയിറ്റ് പിടിച്ചിങ്ങോട്ട് പോരാൻ പറ്റും. ഇവിടെ ചെറിയൊരു ബിൽഡിംഗ് ഉണ്ട്, അതൊക്കെ പൊളിഞ്ഞു പോയി കേട്ടോ. പക്ഷേ അതൊരു വേറൊരു ആംബുലൻസിലെ ഒരു പണിതാണ്. നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്ത് അവർക്ക് കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല. ഫുൾ ഇല്ലിയും കൊണ്ടാണ് അത് പണിത് വെച്ചത്. അതൊക്കെ എന്തായാലും തീരുമാനമായി. അപ്പം ഇതിനോട് ചേർന്ന് തന്നെ ഇവിടെ നമുക്കൊരു ചെറിയ ദേവീക്ഷേത്രത്തിൻ്റെ ഒരു ബോർഡിൻ്റെ കാഴ്ച കാണാൻ പറ്റും. ഇതിങ്ങനെ ഇറങ്ങി ചെല്ലുന്ന സ്ഥലം എന്ന് പറയുന്നത് വരിക്കുമുത്തൻ എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ. ഇതിൻ്റെ താഴെയാണ് വരിക്കുമുത്തൻ എന്ന് പറയുന്ന സ്ഥലമുള്ളത്. അപ്പോൾ ഇതിലൂടെ ഇങ്ങനെ കുറേ ദൂരം നമുക്ക് കയറി പോകാൻ പറ്റും. ക്ഷേത്രത്തിൻ്റെ അടുത്ത് എത്താൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. അപ്പം നമുക്ക് അങ്ങോട്ടൊന്ന് പോകണം. നമ്മൾ ആ മലയുടെ ടോപ്പിൽ പോയിട്ട് എന്താണെങ്കിലും നമ്മളിന്ന് ഡ്രോൺ പഠിപ്പിക്കും. മഴ നമ്മൾ നോക്കില്ല കേട്ടോ. ഇവിടെ വരുന്ന ആളുകളൊക്കെ കാറൊക്കെ ഒതുക്കി ചെറിയ സ്നാക്സും അതുപോലെ ഒരു ഐസ്ക്രീമും ഒക്കെ മേടിച്ചുകൊണ്ട് ഈ മലമുകളിൽ പോയിട്ട് കുറേ നേരം ഇങ്ങനെ സ്പെൻഡ് ചെയ്ത് ഈ കാറ്റൊക്കെ ഏറ്റ് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് പോകുന്ന ഒരു സ്ഥലമാണ്. ശരിക്കും പറഞ്ഞാൽ യാത്രയുടെ ഇടവേളയിലുള്ള ഒരു ബ്രേക്കപ്പ് പോയിന്റ് അങ്ങനെ നമുക്ക് വരിക്കുമത്തൻ ഹിൽ ടോപ്പിന് നമുക്ക് പറയാം കേട്ടോ. നമ്മുടെ തൊടുപുഴ ചേരച്ചോട് വഴിയിലാണ് ഈ ഹിൽ ടോപ്പ് ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ നല്ല മഴക്കാലമൊക്കെ ആണെങ്കിൽ ഫുൾ ടൈം ഇങ്ങനെ മഞ്ഞ് ഇങ്ങനെ കോളമഞ്ഞ് ഇങ്ങനെ ഒഴുകി നടക്കുന്ന കാഴ്ചയൊക്കെ നമുക്ക് കാണാൻ പറ്റും. മഞ്ഞൊക്കെ മൂടി നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ അടിപൊളി വൈബുള്ള സ്ഥലമാണ്. പിന്നെ കുറച്ച് 1-2 ഫിലിമിൻ്റെയൊക്കെ ഷൂട്ടിംഗ് ഇവിടെ നടന്നിട്ടുമുണ്ട് കേട്ടോ. അപ്പം അങ്ങനെയൊക്കെ വിശേഷങ്ങൾ ഈ വരിക്കുമത്തൻ ഹിൽ ടോപ്പിനുണ്ട്. എന്നാലെങ്കിലും നമുക്ക് ഇതിനെ ടോപ്പിൽ പോയി കഴിയുമ്പോൾ ഒരു 360 ഡിഗ്രിയിലുള്ള കാഴ്ചകൾ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. ഇത് അങ്ങറ്റത്ത് കാണുന്ന മല കേട്ടോ, ഒരു പ്രത്യേക ഷേപ്പുള്ള മല കേട്ടോ. പക്ഷെ അവിടെ വണ്ടിയൊക്കെ കയറി പോകുന്ന വഴിയാണ്. എനിക്ക് തോന്നുന്നത് ഇതിങ്ങനെ കയറിപ്പോയിട്ട് ഇതിലൂടെ ഇങ്ങനെ കറങ്ങി അവിടെ കയറില്ല. അവിടെ എങ്ങാനും ആയിരിക്കും ക്ഷേത്രമുള്ളൂ കേട്ടോ. അപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് കറക്റ്റ് അറിയത്തില്ല. എന്നാലും നമുക്ക് വണ്ടിയും കൊണ്ട് അവിടെ വരെ ഒന്ന് കയറി പോകണം. അപ്പോൾ ഈ താഴെ നിന്ന് നോക്കിയാൽ നല്ലൊരു ബസ്സൊക്കെ കയറി വരുമ്പോൾ കിട്ടുന്ന കാഴ്ച അടിപൊളിയായിരിക്കും അല്ലേ. പാറയൊക്കെ അത്യാവശ്യം തെന്നി കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ അത്യാവശ്യം ഒന്ന് ശ്രദ്ധിച്ച് ചവിട്ടി നല്ല സ്ട്രോങ് ആയിട്ട് ചവിട്ടിയൊക്കെ പോവുകയാണ്. അതുകൊണ്ട് ഈ പുല്ലൊക്കെ കണ്ടോ, എന്ത് രസം നോക്കി. അതിനകത്ത് ഈ മഞ്ഞണങ്ങളൊക്കെ കയറിയിട്ടേ ചെറിയ മൊട്ട് പൂക്കളൊക്കെ ആയിട്ടിരിക്കുന്ന പുല്ല് അടിപൊളിയല്ലേ. അയ്യോ എന്ത് രസം നോക്കിയാൽ പാറ. നിങ്ങൾ ഇത് ഈ നമ്മുടെ വണ്ണപ്പുറം ചേരച്ചോട് വഴി കൂടെ പോകുമ്പോൾ ഉറപ്പായിട്ട് ഇവിടെ നിർത്തണം കേട്ടോ. ജസ്റ്റ് ഒരു 10 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് കയറി പോയിട്ട് ഇറങ്ങി വരാൻ പറ്റുന്ന ഒരു ഹിൽസാണ് വരിക്കുമത്തൻ ഹിൽസ് കേട്ടോ. അപ്പോൾ ഇവിടെ വെറൈറ്റി ആയിട്ടുള്ള ആംബിയൻസാണ്. നമുക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇറങ്ങി പോകാൻ തോന്നുന്നതില്ല, അത്രയേറെ വൈബാണ് നമുക്കിവിടെ കിട്ടുന്നത് കേട്ടോ. അപ്പം ഞാൻ നേരെ സ്ട്രെയിറ്റ് പോകാതെ കുറച്ച് ഈ പാറപ്പുറത്തോടെ വീണ്ടും ടാസ്ക് പിടിച്ച് നമ്മളങ്ങ് പോവുകയാണ്. നോക്കട്ടെ. ഹോ, നല്ല കാലാവസ്ഥ വന്നാൽ മഴ മാറിയ ആ സെക്കൻഡ് നമ്മളിവിടെ ഡ്രോൺ പറപ്പിക്കും കേട്ടോ. അടിപൊളി. നോക്കി മരമൊക്കെ നിൽക്കി, നോക്കി എന്ത് രസം നോക്കിയേ.
അപ്പോൾ അതെ നമ്മുടെ ഡ്രോൺ ചേട്ടനെ ഒന്ന് പറപ്പിച്ച് നോക്കുകയാണ്. മഴയൊക്കെ അല്പം മാറിയിട്ടുണ്ട്. മാറിയ സമയത്ത് കൊണ്ട് നമ്മൾ റെഡിയാക്കി. നമ്മളിത് ആർസി ഇടണ ഇതുപോലത്തെ ഒരു സാധനം നമ്മൾ മേടിച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണാമെന്ന് അറിയത്തില്ല. കുറച്ച് നമുക്ക് സേഫ്റ്റി ഇല്ലാതെ നമുക്ക് പറ്റില്ല. നമ്മൾ സിംഗിളായിട്ടാണല്ലോ മിക്കവാറും വീഡിയോ എടുക്കാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ നമ്മുടെ ഡ്രോണൊക്കെ എടുത്ത് നമ്മളതേ പറപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ കിരുത്തൂരുള്ള പള്ളിയുടെ മുറ്റത്ത് നിന്ന് ഇങ്ങനെ പറപ്പിച്ചൊക്കെ പഠിപ്പിക്കുകയായിരുന്നു. ആദ്യമായിട്ടാണ് നമ്മളൊരു പൊതുവായിട്ടുള്ളൊരു സ്ഥലത്ത് വന്ന് ഇത്ര ഹിൽസിൻ്റെ ടോപ്പിൽ നിന്ന് പറപ്പിക്കുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. കാരണം നമ്മുടെ കൈക്ക് ഇതുവരെ ഇണങ്ങിയിട്ടില്ല. മാത്രമല്ല അതിൻ്റെ പല ഓപ്ഷൻസും നമ്മൾ അത്ര റെഡി ആയിട്ട് പഠിച്ചിട്ടുമില്ല കേട്ടോ. എന്നാലും നമ്മൾ ദൈവത്തിൻ്റെ സഹായം കൊണ്ടൊക്കെ ഡ്രോണൊക്കെ നല്ല അടിപൊളിയായിട്ട് പറപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഇത് ആദ്യത്തെ നമ്മുടെ ചാനലിലെ ഡ്രോണിൻ്റെ വിഷലാണ്. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് തുടങ്ങുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ അപാരമായി കാഴ്ചയായിരുന്നു കേട്ടോ. ഇപ്പോൾ ഹിൽ സ്റ്റേഷൻ്റെ ഏറ്റവും ടോപ്പിൽ നിന്നാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നിന്നാൽ ഒരു 360 ഡിഗ്രിയിലുള്ള കാഴ്ച നമുക്ക് ആസ്വദിക്കാം കേട്ടോ. ഇപ്പോൾ നിൽക്കുന്ന ഈ മല എന്ന് പറയുന്നത് ഈ കാണുന്ന സംഭവത്തിൻ്റെ ടോപ്പിലാണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ റോഡ് നിങ്ങൾ കാണുന്നില്ലേ, ഇത് ചേലച്ചോട് വണ്ണപ്പുറം റോഡാണ്. നമ്മൾ ആദ്യം നിന്ന് കടയൊക്കെ നമുക്ക് അവിടെ കാണാൻ വേണ്ടി സാധിക്കും. ആളുകളൊക്കെ വന്ന് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് കയറി പോകുന്ന ഒരു പാതയൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ മലയുടെ ഏറ്റവും ടോപ്പിലേക്കാണ് നമ്മൾ കയറിപ്പോയത്. ഇതാണ് വരിക്കമുത്തൻ ഹിൽ സ്റ്റേഷൻ എന്നറിയപ്പെടുന്നത്. ശരിക്കും പറഞ്ഞാൽ മഴക്കാലമൊക്കെ ആണെങ്കിൽ നല്ല കോടമഞ്ഞൊക്കെ ഇങ്ങനെ നിറഞ്ഞ് തുളുമ്പി നമുക്ക് പരസ്പരം കാണാൻ പറ്റാത്ത രീതിയിൽ കോടമഞ്ഞൊക്കെ അങ്ങനെ കിടക്കുന്ന ഒരു സ്ഥലമാണ് ഈ വരിക്കമുത്ത ഹിൽ ടോപ്പ് കേട്ടോ. മാത്രമല്ല ഇവിടെ നിന്നാൽ ഒരു 360 ഡിഗ്രി, ഞാൻ ആദ്യം പറഞ്ഞില്ല, 360 ഡിഗ്രിയിലുള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ അസാധ്യമായ കാഴ്ചകളാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു ടൂറിസ്റ്റ് ഹബ്ബായിട്ട് മാറ്റേണ്ട സ്ഥലമാണ്. പക്ഷേ എന്തുകൊണ്ടോ നമ്മുടെ ഗവൺമെൻറ്റോ സർക്കാരോ ഒന്നും അതിന് മുതിരുന്നില്ല. അപ്പം ഡ്രോൺ കാഴ്ചകളിലേക്ക് കടക്കാമല്ലേ. ഒരുപാട് സന്തോഷം കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയൊക്കെ ആയില്ലോ. താങ്ക്സ് ഗോഡ്. കാരണം ദൈവം കഴിവ് തരാതെ നമുക്കൊന്നും ആവില്ല. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ്. മാത്രമല്ല സേഫായിട്ട് നമ്മുടെ ഡ്രോൺ പറത്തിയിട്ട് തിരിച്ചു വന്നല്ലോ. ഡ്രോൺ പറത്തിയ സ്ഥലങ്ങളാണ് അത്. ഇഞ്ചപ്പാറ എന്ന് പറയുന്ന സ്ഥലമാണ് ആ ഒരു മല. അതിൻ്റെ ടോപ്പിക്കിടെ ഒരു ചെറിയ വഴിയൊക്കെ ഉണ്ട്. ഓഫ് റോഡാണ്, നമുക്ക് ഒരിക്കൽ കയറി പോകണം. ഈ ഒരു സൈഡിലെ ഈ സൈഡിലായിട്ടാണ് മക്കൂലി വന്നെ, ഈ മലയുടെ ബാക്കിൽ. അപ്പം മൈലപ്പുഴ മക്കൂലേക്ക് ഈ മലയുടെ ബാക്കിലാണ്
ഇവിടെ ഇതുകൊണ്ടോ വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് മുട്ടക്കുന്നുകളൊക്കെ അതിൻ്റെ ഇടയ്ക്കൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇത് നമ്മുടെ ചേലച്ചോടിലേക്ക് പോകുന്ന വഴി കഞ്ഞിക്കുഴി, ചേലച്ചോട്, കീരിത്തോട്. ഈ മലയില്ലേ, ഈ മലയുടെ മറു സൈഡ് ലോവർ പെരിയാർ ഡാം, അതുപോലെ പാമ്പള, നേര്യമംഗലം പോകുന്ന വഴിയൊക്കെയാണ് കേട്ടോ. ഒരു കാര്യം എനിക്കിപ്പോൾ മനസ്സിലായത് തന്നെ അറിയോ, ഡ്രോൺ പറപ്പിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ പേടിക്കരുത്, നമ്മൾ രണ്ടും കൽപ്പിച്ച് അങ്ങോട്ട് വിട്ടാക്കണം. മാക്സിമം സേഫ്റ്റി എടുത്ത് നമ്മൾ ഡ്രോൺ പറപ്പിക്കണം. സ്ലോവിൽ പോകുമ്പോൾ എന്നാ കുഴപ്പമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിഷ്വൽ മൂവിങ് കിട്ടത്തില്ല, നമ്മുടെ ഫോട്ടോ ഒക്കെ എടുക്കുന്ന രീതിയിലുള്ള സംഭവങ്ങളൊക്കെ കിട്ടും. ഇന്നലെ ഒരു സ്ഥലത്ത് ഞാൻ പോയി ടെസ്റ്റ് ഒന്ന് പറപ്പിച്ച് നോക്കിയതായിരുന്നു. പക്ഷേ സ്ലോവിൽ പോകുമ്പോൾ നമുക്ക് ഡ്രോൺ ഷോട്ടാണോ ഫോട്ടോഷോട്ടാണോ എന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് മാക്സിമം സ്പീഡിൽ അടിപൊളിയായിട്ട് നമ്മളങ്ങൾ പറപ്പിക്കുക, നല്ല വിഷ്വൽ എടുക്കുക. എന്നാണെങ്കിലും ഇതൊക്കെ എന്താ പറയണേ, ഇങ്ങനെയൊക്കെ ആവുമെന്ന് സത്യം പറഞ്ഞാൽ ഒട്ടും ഞാൻ പ്രതീക്ഷിച്ചതല്ല കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഒരു സഹായം, നിങ്ങളുടെ ഒരു സപ്പോർട്ട് മാത്രമല്ല വലിയവനായി ഇരിക്കുന്ന ദൈവത്തിൻ്റെ ഒരു സപ്പോർട്ട്, ഇതൊക്കെ കൊണ്ടാണ് ഈ ഒരു ലെവലിലേക്ക് നമ്മുടെ ചാനൽ വന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇനിയും നിങ്ങളെ കൂടെ ഉണ്ടാവണം കേട്ടോ. നോക്കി നമ്മളങ്ങനെ ഹിൽ ടോപ്പിൻ്റെ ടോപ്പിലെത്തി. അപ്പോൾ നമ്മൾ താഴെ നിന്ന് കണ്ട ആ ഒരു റേഞ്ചൊന്നുമില്ല അങ്ങേറ്റത്ത്. എൻ്റെ പൊന്നെ, ഇതിൻ്റെ താഴെ കണ്ടോ എന്തോരം ആളുകൾ താമസിക്കുന്നുണ്ട് നോക്കിയേ. ഇതിലൂടെയൊക്കെ ഇങ്ങനെ ആൾ താമസമുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഡ്രോൺ പറപ്പിച്ച മേഖലയൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു സൈഡ് കണ്ടോ, ഈ ഒരു സൈഡും നമുക്ക് ഇവിടെ അടിപൊളിയായിട്ട് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അങ്ങനെ ആവശ്യത്തിന് മിച്ചം ശരിക്കും പറഞ്ഞാൽ ഡ്രോണൊക്കെ പറപ്പിച്ച് നല്ല അടിപൊളിയായിട്ട് വിഷ്വലൊക്കെ എടുത്തു. പക്ഷേ ഇനിയും ഒത്തിരി പഠിക്കാനുണ്ട് കേട്ടോ. കാരണം വെച്ചാൽ ക്യാമറ വർക്ക് ചെയ്യണത്, ക്യാമറ ആംഗിളിങ് ഒത്തിരി പഠിക്കാനുണ്ട്. അപ്പോൾ എന്താണെങ്കിലും നമ്മൾ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനോ അതുപോലെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഇടുക്കി ചില്ലീസ് മീഡിയ എന്നാണ്, അത് കയറി ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്ന് ഡ്രോൺ വിഷ്വൽ മാത്രമായിട്ടാണ് നമ്മളിട്ടത്. ചെറിയൊരു ഡെസ്റ്റിനേഷൻ നിങ്ങളെ പരിചയപ്പെടുത്തിയെന്നുള്ളൂ. പക്ഷേ നമ്മൾ അടുത്ത ദിവസങ്ങളിൽ നമ്മുടെ ഗ്രാമങ്ങളുടെ കാഴ്ചകളും മറ്റ് കാഴ്ചകളൊക്കെ നമ്മൾ അടിപൊളിയായിട്ട് ചെയ്യും. ആ കൂടെ നമ്മുടെ ഡ്രോൺ ചേട്ടനും ഉണ്ടാവും കേട്ടോ. ഇനി നമ്മുടെ ഡ്രോൺ ചേട്ടനും ഒരു പേരിടണം, ഞാൻ മക്കളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടി. അപ്പം നമ്മുടെ ഇൻസ്റ്റയും അതുപോലെ ഫേസ്ബുക്കും യൂട്യൂബൊക്കെ കയറി ഫോളോ ചെയ്യണം. നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. അപ്പോൾ പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡ് കണ്ടുപിട്ടാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.